ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 4ഉം 5ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 36 പരശുരാമചരിതം ശ്ലോകം 4. പിത്രാ മാതൃമുദീസ്തവാ ഹൃതവിയദ്ധേനോർനിജാദാശ്രമാത് പ്രസ്ഥായാഥ ഭൃഗോർഗിരാ ഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമഃ സ്വാശ്രമം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. പിത്രാ മാതൃമുദേ സ്തവാഹൃതവിയദ്ധേനോർ നിജാത് ആശ്രമാത് ചേർത്ത് ചൊല്ലുമ്പം പിത്രാ മാതൃമുദേ സ്തവാ ഹൃതവിയദ്ധേനോർ നിജാദാശ്രമാത്. ഇതിൽ ഊന്നി പറയാനുള്ളത് ധേനോർ, അതിൻ്റെ ധേന്ന് മാത്രമേ ഊന്നി പറയാനായിട്ട് ഉള്ളൂ. പ്രസ്ഥായ അഥ പ്രസ്ഥായാഥ ഭൃഗോർഗിര, ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹിമഗിരൗ ആരാധ്യ, ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വ തത്പരശും, ലബ്ധ്വ എന്നുള്ള ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തദുക്തദനുജച്ഛേദി, ഛേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മഹാസ്ത്രാധികം, മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രം അഥാകൃത വ്രണമുനിം ചേർത്തിട്ട് മിത്രമഥാകൃതവ്രണമുനിം, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രാപ്യാഗമ, അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. സ്വാശ്രമം, സ്വ ആശ്രമം ചേർത്തിട്ട് സ്വാശ്രമം. പിത്രാ മാതൃമുദേ സ്തവാ ഹൃതവിയദ്ധേനോർനിജാദാശ്രമാത് പ്രസ്ഥായാഥ ഭൃഗോർഗിരാ ഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമഃ സ്വാശ്രമം. അടുത്തത് 5ാമത്തെ ശ്ലോകം. ആഖേടോ ഭഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്തുത്പിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സചിവം ന്യയുക്തകുഥിയാ തേനാപി രുന്ധന്മുനി പ്രാണക്ഷേപസരോഷഗോ ഹതചമൂചക്രേണ വത്സോ ഹൃത. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ആഖേട ഉപഗതോ അർജുന, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. ആഖേട, ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ, സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ സ്തുത്പിത്ര ചേർത്ത് ചൊല്ലുമ്പോൾ സ്തുത്പിത്ര എന്നാവും, എന്നും കൂടി വേണം. പരിപൂജിത, അവിടെ വിസർഗം. പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ, അവിടെയും വിസർഗം. ഗാം ക്രേതും സചിവം ന്യയുക്ത, കഥ എന്നുള്ളത് കാത്ത എന്നാണ്. കുഥിയ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തേന അപി, തേനാപി രുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോ ഹതചമൂചക്രേണ, അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. രുന്ധൻ എന്നുള്ളതിൻ്റെ ന്ധ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. തേനാഭി രുന്ധൻ മുനി പ്രാണക്ഷേപ, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്.
വത്സോ ത് സ എന്നാണ് സ എന്നുള്ളത്. വത്സോ ഹൃത അവിടെയും വിസർഗം. അങ്ങനെ നിർത്താം. ആഖേഡോ ഭഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്തുത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോ ഹതചമൂചക്രേണ വത്സോ ഹൃത. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.